ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സെൽഫ് ലവ് എന്നതാണ്. ഞാൻ നസീമ ഷാഫി, ലൈഫ് കോച്ച്. എന്താണ് സെൽഫ് ലവ്? നമുക്കെല്ലാവർക്കും അറിയായിരിക്കും എന്താണ് സെൽഫ് ലവ് എന്ന്. അറിയാത്തവർക്കായിട്ട് പറയാം. നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു അൺകണ്ടീഷണൽ ലവിനെയാണ്, സ്നേഹത്തെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിൽ പലർക്കും നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നമ്മൾ പല വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട് അല്ലേ? പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഇന്ന് പൊതുവെയുള്ള ആളുകൾക്കെല്ലാം സെൽഫ് ലവ് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് സെൽഫ് ലവ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നും നന്നായിട്ട് ബോധ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും പലർക്കും ഇല്ല. ഇപ്പം നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പം ഞാൻ തന്നെ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ 100 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? കുറേ ആളുകൾക്കൊക്കെ 100ൽ 100 തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചിലർ 90, ചിലർ 80, 70, 60, ചിലരാവട്ടെ ഒരു 10% മാർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പം അവരടുത്ത് റീസൺസ് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നതാണ്, എനിക്കെന്നെ സ്നേഹിക്കാൻ ടൈമില്ല, ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്, എനിക്കെന്നെ കെയർ ചെയ്യാൻ ടൈമില്ല എന്ന് പറയും. ചിലർ പറയും, എനിക്കെന്നെ ഒട്ടും ഇഷ്ടമല്ല, കാരണം എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് നിറമില്ല, എൻ്റെ മൂക്ക് ഇങ്ങനെയാണ്, എൻ്റെ കണ്ണിങ്ങനെയാണ്, എൻ്റെ കൈകാലുകൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് നമ്മൾ കണ്ടെത്തുകയാണ്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുകയാണ് വേണ്ടത്. നമ്മൾ നന്നായിട്ട് സ്നേഹിച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെയും നല്ല രീതിയിൽ, അവരെങ്ങനെയാണോ ആ രീതിയിൽ അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സ്നേഹിച്ച് തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, ഇന്ന് മുതൽ അതൊന്ന് മാറ്റിപ്പിടിക്കുക. നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെൽഫ് കെയർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം, ഇപ്പോൾ നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്നത് 24 ഹവറാണല്ലോ. ഈ ഒരു 24 മണിക്കൂറിൽ നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഒരു അരമണിക്കൂർ നമ്മുടെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തോൽവി തന്നെയാണ്. 24 മണിക്കൂറിൽ നിന്ന് ഒരു അരമണിക്കൂർ, ബാക്കി മണിക്കൂറുകളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് സ്വന്തമായിട്ട് മാറ്റിവെക്കാനില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തോൽവി തന്നെയാണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. പിന്നെ പലപ്പോഴും നമുക്ക് നമ്മളോട് സ്നേഹം തോന്നാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കമ്പാരിസണാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളിങ്ങനെ തട്ടിച്ച് നോക്കുകയാണ്, കമ്പയർ ചെയ്യാണ്. ഈ ഒരു കമ്പാരിസൺ നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം, നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മൈൻഡിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ എങ്ങനെയാ ആയിക്കൊള്ളട്ടെ, ഞാൻ എന്ന വ്യക്തി ഇങ്ങനെയാണ്, എൻ്റെ ശരീരം ഇങ്ങനെയാണ്, എൻ്റെ അവയവങ്ങൾ ഇങ്ങനെയാണ് എന്നത് ഉൾക്കൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്കും. ദൈവം ഓരോരുത്തരെ ഓരോ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെയാണോ ആ രീതിയിൽ നമ്മളെ സ്നേഹിച്ച് തുടങ്ങാം. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരും നമ്മളെ സ്നേഹിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നല്ല, അത് സ്നേഹിക്കും തീർച്ചയാണ്. നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമുണ്ടെന്ന് നമ്മളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു സ്നേഹത്തിൻ്റെ അലയൊലികൾ പുറത്തോട്ട് പ്രതിഫലിക്കും. അതുവഴി മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇപ്പോൾ അൺകണ്ടീഷണൽ ലവ് എന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് പല സ്ട്രെങ്ത്തും ഉണ്ടാവാം, പല വീക്ക്നെസ്സും ഉണ്ടാവും. ഈ സ്ട്രെങ്ത്തിനെയും വീക്ക്നെസ്സിനെയും അതുപോലെ നമ്മൾ മനസ്സിലാക്കി, അതുപോലെ ഉൾക്കൊണ്ട് ഞാൻ എന്ന ഒരു വ്യക്തി ഇങ്ങനെയാണ് എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്നേഹിക്കാൻ. പിന്നെ നമ്മുടെ കുറവുകൾ പറഞ്ഞ് ഇങ്ങനെ നടക്കാനോ കുറവുകളെ കുറിച്ച് ചിന്തിക്കാനോ പാടില്ല. നമ്മൾ ഇങ്ങനെയാണ്, ആ രീതിയിൽ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അൺകണ്ടീഷണലായിട്ട് നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും ഉൾക്കൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സെൽഫ് ലവ് ചിലർക്ക് ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് സെൽഫ് ലവ് ഭയങ്കരമായിരിക്കും. അവർക്ക് സെൽഫ് ലവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും, മക്കളുടെ കാര്യമോ, ഭർത്താവിൻ്റെ കാര്യമോ, ഭാര്യയുടെ കാര്യമോ, കുടുംബങ്ങളുടെ കാര്യമോ, അതിനൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ പോലും ഇതിന് ഒരു മറുവശമുണ്ട്. ഇത് ഓവറാവാൻ പാടില്ല. സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നത് ഓവറായി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ സെൽഫ് ലവ് കൊടുക്കുന്ന സമയത്ത് അതേ ഒരു സമയം തന്നെ നമ്മൾ മറ്റുള്ളവരെയും പരിഗണിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാം. ചിലർക്ക് ഒരു ഗ്ലാസ് ചായ
അതുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ചിലർക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊന്ന് ഫേഷ്യൽ ചെയ്യുന്നത്, ഹെയർ കട്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ, പലപ്പോഴും നമ്മൾ ഈ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി, ഇനി വേണമെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ലിസ്റ്റ് ചെയ്തോളൂ. എന്നിട്ട് ഓരോ ദിവസം അതിലുള്ള നമ്മുടെ ഇഷ്ടങ്ങൾ നടത്തിയെടുത്താൽ മതി. ആ രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഇഷ്ടങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാം. പിന്നെ മറ്റൊരു ടിപ്സ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മളോട് തന്നെ പറയാം ഐ ലവ് യു. കണ്ണാടിയിൽ നോക്കി നമ്മുടെ കണ്ണിലോട്ട് നോക്കിയിട്ട് നമുക്ക് പറയാം ഐ ലവ് യു. ഐ ലവ് യു നമ്മുടെ പേര് പറയാം, ഐ റിയലി റിയലി ലവ് യു. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകൊണ്ടോ, ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമ്മുടെ മുഖത്ത്. നമ്മൾ ആരൊക്കെയോ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്തോ ആയി മാറി എന്നുള്ളൊരു ഫീലായിരിക്കും. ആദ്യമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും. പിന്നെ പിന്നെ പതിയെ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് തന്നെ മാറാൻ തുടങ്ങും. നമ്മൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു വ്യക്തിയാണ്, എന്നിലൊരു വ്യക്തിയുണ്ട് എന്ന ഒരു ചിന്ത മറന്നിട്ട് നമ്മളോട് തന്നെ പലപ്പോഴും നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് നമുക്ക് തന്നെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കാം. സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി. അതായത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ പോഷക സമൃദ്ധമായ ഭക്ഷണം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാം. ദിവസവും ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക്സ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു സൂൺ.